ഹലോ പ്രിയപ്പെട്ട ചങ്കളെ, ലൈവ് അപ്ഡേഷനിലേക്ക് പോയാലോ. ഇന്ന് എവിക്ഷൻ പ്രക്രിയയാണ് കാണിക്കുന്നത്. ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് കുറേ ഷനവാസിനെ വഴക്ക് പറഞ്ഞു, പിന്നെ അനീഷിനെ വഴക്ക് പറഞ്ഞു, നമ്മുടെ അനുമോളെ വഴക്ക് പറഞ്ഞു. അങ്ങനെ കുറേ സമയം അതങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ എവിക്ഷൻ പ്രക്രിയയിലേക്ക് കയറി ഇന്നലെ. അതിൽ അനീഷും ഷനവാസും മാത്രമാണ് സേവായി ഇരുന്നത്. നമുക്കിനി ബാക്കിയുള്ളത് അനുമോളുണ്ട്, ബിന്നിയുണ്ട്, അക്ബറുണ്ട്, പിന്നെ ലക്ഷ്മി. ഈ 4 പേരും കൂടെ ഉണ്ട്. അവർ 4 പേരുമാണ് ഇന്ന് എവിക്ഷൻ പ്രക്രിയയിലേക്ക് വരുന്നത്. ഇന്ന് എവിക്ഷൻ പ്രക്രിയയാണ് ആദ്യം നടക്കുന്നത്. അതിൽ കാണിക്കുന്നത്, പ്രൊമോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഫോട്ടോ പതിച്ച ഓരോ ഇങ്ങനെ സ്റ്റാൻഡ് കൊണ്ടുവച്ചിട്ട് അതിനകത്ത് മൊത്തം തെർമോക്കോൾ ഫില്ല് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇത്. ശ്രീതു ആണെന്ന് തോന്നുന്നു, ശ്രീതു പുറത്തായത് അങ്ങനെയായിരുന്നു. എന്നിട്ട് ആ തെർമോക്കോൾ മൊത്തം കളഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൽ ആരുടെ ഫോട്ടോ, എല്ലാവരുടെയും ഫോട്ടോ അതിലുണ്ടാവും. അതിൽ സേവ്ഡും റിജക്റ്റും എഴുതിയേക്കും. അതിൽ റിജക്റ്റ് ആവുന്നവരെയാണ് റിജക്റ്റ് ആവുന്നത്. റിജക്ഷൻ എഴുതിയിരിക്കുന്നവർ റിജക്ഷൻ ആവും. അങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ലാസ്റ്റ് ആരാണ് ഔട്ടാവുന്നതെന്ന് കാണിക്കുന്നില്ല. ബിന്നിയാണ് ഔട്ടാവുന്നതെന്നാണ് തോന്നുന്നത്. ബിന്നിയാണ് ഔട്ടാവുന്നത്. പക്ഷെ അത് ഇന്ന് ഈ പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. ഇപ്പം ബിഗ് ബോസ് ഭയങ്കര ഹൈഡ് ചെയ്ത് വെക്കുവാണ് എല്ലാം. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ അവരുടെ ടാസ്കിൻ്റെയും അവരുടെ ഗെയിമിൻ്റെയും അവരുടെ പ്രോഗ്രാമിൻ്റെയൊക്കെ അത് ബാധിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ യൂട്യൂബ് ചാനലുകാരും ഇപ്പോൾ പെട്ടെന്ന് അത് റിവീൽ ചെയ്യാനും പാടില്ല. കാരണം ഫസ്റ്റിലേക്ക് റിവീൽ ചെയ്യുന്നവരുടെ ചാനലൊക്കെ യൂട്യൂബ് എടുത്ത് കളയുവാണ്. അതുകൊണ്ട് പലരും അറിഞ്ഞാലും അത് പറയുന്നില്ല. ബിന്നിയാണ് ഔട്ടായത്. അങ്ങനെ ഇന്ന് നമ്മുടെ എവിക്ഷൻ പ്രോസസ്സാണ് കാണിക്കുന്നത്. എവിക്ഷൻ പ്രോസസ്സ് പൂർത്തിയായിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.